നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഏതൊക്കെ തരത്തിലാണ് പാകിസ്ഥാന് ഈ ഒരു യുദ്ധസമാനമായ ആക്രമണങ്ങൾ ഇന്ത്യയുമായിട്ട് നടത്തേണ്ടി വരുമ്പോൾ അതിനിടയിൽ തന്നെ ആഭ്യന്തരമായിട്ട് ബലൂജികളെ തങ്ങളുടെ രാജ്യത്തിനകത്തുള്ള അവരെ എതിരിടേണ്ടി വരുന്നു. ഒപ്പം തന്നെ അതിർത്തിയിൽ മുൻകാലങ്ങളിലൊക്കെ തങ്ങൾക്ക് വലിയ സഹായം നൽകിയിരുന്ന അഫ്ഗാനിസ്ഥാൻ്റെയും അതിൻ്റെ പരമാധികാരികളായിട്ടുള്ള താലിബാൻ്റെയും സഹായം എങ്ങനെ കിട്ടാതെ പോകുന്നു, അതിനെന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുവല്ലോ. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അടുത്ത വാർത്ത. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം രൂക്ഷമായിട്ട് തുടരുന്നതിനിടെ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് താലിബാൻ. ഈ പ്രശ്നത്തിലേക്ക് തങ്ങളെ വലിച്ചിഴക്കരുത് എന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. താലിബാൻ നേതാവും പാകിസ്ഥാനിലെ മുൻ അഫ്ഗാൻ അംബാസഡറുമായ മുല്ല അബ്ദുൾ സലാം സൈഫാണ് പഷ്തൂണുകളെ പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ രൂക്ഷമായ ഭാഷയിലാണ് താലിബാന്റെ ഈ വക്താവ് പാകിസ്ഥാനെ വിമർശിച്ചിരിക്കുന്നത്. ജിഹാദിൻ്റെ പേരിൽ പാകിസ്ഥാൻ പഷ്തൂൺ സമുദായങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചേക്കാമെന്നാണ് സയീഫ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതും പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു ആത്മസംഘർഷത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.